മഴ ശക്തമായതോടെ തരൂർ തിരുവില്ലാമല പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോട്ടിൻപള്ള പാലം പണി നിലച്ചു. ഗതാഗത സൗകര്യത്തിനായി തയ്യാറാക്കിയ സമാന്തര പാത തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് നിരോധിച്ചു. ഇതോടെ തോട്ടിൻപള്ള പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അത്യാഹിത ആവശ്യങ്ങൾക്ക് പോലും ഗതാഗത സൗകര്യമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ തോട്ടിൻപള്ള നിവാസികൾ. സമയബന്ധിതമായി പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാണ് ആലത്തൂർ തിരുവില്ലാമല പ്രധാന പാതയിലെ പഴമ്പാലക്കോട് കൂട്ടുപാത മുതൽ തോട്ടിൻപള്ള വരെയുള്ള റോഡ് നവീകരണവും തോട്ടിൻപള്ള തോടിനു കുറുകെയുള്ള പാലം നിർമ്മാണവും ആരംഭിച്ചത്. എന്നാൽ റോഡ് നിർമ്മാണം 80% പൂർത്തിയായിട്ടും പാലം പണി 10% മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പാലം നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെ പറ്റി KCV ചാനൽ കഴിഞ്ഞ മാസം വാർത്ത നൽകിയിരുന്നു. കാലവർഷം ശക്തമായാൽ താൽക്കാലികമായി നിർമ്മിച്ച റോഡിന്റെ പരിതാപകരമായ അവസ്ഥയും അന്ന് തന്നെ KCV റിപ്പോർട്ട് ചെയ്താണ്. എന്നാൽ കേവലം 3 ജോലിക്കാർ മാത്രമാണ് പാലം പണിക്കായി തോട്ടിൻപള്ളയിലുള്ളത്. കരാറുകാരുടെ മെല്ലെപ്പോക്ക് മൂലം ദുരിതത്തിലായ തോട്ടിൻപള്ള നിവാസികൾക്ക് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഗ്രാമപഞ്ചായത്തിനെയും തരൂര് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡായിരുന്നു ഇത്. ഈ റോഡ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത റോഡായിരുന്നു. എന്നാൽ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി നല്ല റോഡാക്കി തരാമെന്ന് പറഞ്ഞ് റോഡ് പൊളിച്ചു, ഈ പാലവും പൊളിച്ചു. റോഡ് ഏകദേശം 85% പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പക്ഷെ പാലം ഒരു 10% പോലും പണി പൂർത്തിയാക്കിയിട്ടില്ല. ഇതോടുകൂടി തരൂർ ഗ്രാമപഞ്ചായത്ത് എന്ന പ്രദേശം ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത്. ഇതേ ഒരു മണ്ണിട്ടൊരു ചെറിയ റോഡ് മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. അതെല്ലാം മഴയത്ത് ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി. ഭാരവാഹനങ്ങൾ വരാൻ പാടില്ല എന്ന് പഞ്ചായത്ത് അധികാരികളും ബന്ധപ്പെട്ട വകുപ്പുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അപകടകരമായ രീതിയിൽ ഇപ്പോഴും ഭാരവാഹനങ്ങൾ മറ്റുള്ള വാഹനങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതേ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം ജീവിതമാർഗം തേടി ഒരുപാട് ആളുകൾ പോകുന്ന വഴിയാണിത്. ഒരുപാട് പേരുടെ ജീവിതമാർഗം തന്നെ ഈ റോഡ് പൊളിഞ്ഞതിനാലും അടഞ്ഞു. അധികാരികളുടെ അനങ്ങാപ്പാറ നയമാണ് ഇതിനെല്ലാം മൂലകാരണം. കാരണം ഇത്രയും വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ കോൺട്രാക്റ്റ് എടുത്തിട്ട് ഈ പാലം പണിക്ക് 3 അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് എന്നും പണം തരുന്നത്.